ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ആദ്യനും അന്ത്യനും ദൈവമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ ആരാധന കരങ്ങൾ വീശി ആദ്യനും അന്ത്യനും ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ സ്തുതിക്കട്ടെ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാകെയായി മണ്ണിൽ രക്ഷകദീപം സൃഷ്ടി സന്നോഹരാണി മാലാഖമാരുടെ റാണി നിന്നിൽ ലിംഗാഗതമായി മണ്ണിൽ രക്ഷകദീപം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 കർത്താവേ കർത്താവേ യേശുവേ യേശുവേ ഹല്ലേലൂയ 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 മഹത്വം കർത്താവേ മഹത്വം 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 കർത്താവേ യേശുവേ യേശുവേ ഹല്ലേലൂയ 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 സ്നേഹം നിറഞ്ഞവളേ കനിവാർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്നേഹം നിറഞ്ഞവളേ
ഇത് പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം, കൃപാസനം, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ തിങ്കളാഴ്ചകളിൽ കൃപാസനത്തിൽ നടക്കുന്ന ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കനിവാർന്നു പ്രാർത്ഥിക്കതായി ജീവൻ നിറഞ്ഞവളേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ചകളിൽ കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, കർത്താവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കനിവാർന്നു പ്രാർത്ഥിക്കതായി സ്നേഹം നിറഞ്ഞവളേ. ചേർന്ന് പ്രാർത്ഥിക്കതായി സ്നേഹം നിറഞ്ഞവൾ നീ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താവേ, താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ മഹത്വം, 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 മഹത്വം. യേശുവേ, യേശുവേ മഹത്വം, മഹത്വം. കർത്താവേ മഹത്വം. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
Praise the Lord. Praise the Lord. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങേ സത്യത്തിലും ആത്മാവിലും അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ആവശ്യമായ അഭിഷേകം ഞങ്ങളിൽ ചൊരിയണമേ. ആത്മാവേയും അധരത്തെയും പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 Hallelujah, 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 Shri, Shri, hallelujah, 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 ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസ്ഥിവേദനകളിരിക്കുന്നവർക്കും ശരീരത്തിലെ അവിടെ ഇവിടെ പല സ്ഥലങ്ങളിലും മുഴകളുള്ളവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അസ്ഥിവേദനയിലിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ക്യാൻസർ ഉൾപ്പെടെ പലതരത്തിലുള്ള മുഴകളുള്ളവരെ സ്പർശിക്കുന്നതിനായി കർത്താവേ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ആരാധന 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 യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ മഹത്വം മഹത്വം യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം 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 യേശുവേ മഹത്വം യേശുവേ മഹത്വം. സ്പോണ്ടിലോസിസിന്റെ അസുഖങ്ങൾ, തൈറോയിഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള്, കഴുത്തിന്റെ എല്ലാ അസുഖങ്ങളും മാറാൻ വേണ്ടി കഴുത്തിൽ സ്പർശിക്കുക. കഴുത്ത് രോഗമുള്ളവർ കഴുത്തിൽ സ്പർശിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കഴുത്ത് രോഗം ഇല്ലാത്തവരെ നിങ്ങളുടെ ബന്ധുക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശത്രുക്കളെ പോലും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കഴുത്തിന് അസുഖമുള്ള എല്ലാവരെയും ഇപ്പോഴങ്ങ് സുഖപ്പെടുത്തണമേ. അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ രോഗമുള്ള കഴുത്തുകളെ സ്പർശിക്കണമേ. കർത്താവേ സുഖപ്പെടുത്തണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം മഹത്വം. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ 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 മഹത്വം 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 മഹത്വം. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദര രോഗങ്ങളുള്ളവര് വയറ്റിൽ കൈവെക്കുക. മക്കൾ ഇല്ലാത്തവര് അടിവയറ്റിൽ കൈവെക്കുക. എല്ലാം കൈവെക്കുമ്പോൾ ഈശോ നാമത്തിലാണ് കൈവെക്കേണ്ടത്. ഈശോയെ നിന്റെ നാമത്തിലാണ് ഞാൻ എൻ്റെ കൈകളെ രോഗാതുരമായ സ്ഥലങ്ങളിലേക്ക് വെക്കുന്നത്. ദൈവം സമസ്തം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്ന വചനം അടിയൻ അനുസ്മരിച്ച് പ്രഖ്യാപിക്കുന്നത് പോലെ പിസ്തുല രോഗികള്, പിസിയോടി രോഗികള്, അണ്ടാശയത്തിലെ കുരുക്കളുള്ളവര്, മറ്റു ജനിതകമായ തകരാറുകളുള്ളവര്, എവിടെ ആയിരുന്നാൽ ഈ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്നവര് ഒക്കെ ഇപ്പോൾ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉദരരോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, കുടൽ രോഗങ്ങള്, ഫിസ്റ്റുല രോഗങ്ങള് എല്ലാം ഇപ്പോഴങ്ങ് സ്പർശിക്കണമേ. ഈശോയെ, അടിപ്പഴുതാടുന്ന അത്ഭുതകരത്താൽ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ രോഗങ്ങളെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, പരിശുദ്ധമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, 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 യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, ആരാധന, ആരാധന, യേശുവേ, യേശുവേ, യേശുവേ മഹത്വം, മഹത്വം, യേശുവേ മഹത്വം, 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 യേശുവേ, യേശുവേ, യേശുവേ. എൻ്റെ പേര് ലിമ ഡിസിൽവ. ഞാൻ ഉണ്ണിച്ചിറ സെൻറ്റ് ജൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വീണ്ടും ഒരു സാക്ഷിയായിട്ട് കയറാൻ എനിക്ക് ഭാഗ്യം തന്ന ഈശോയോടും മാതാവിനോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞതാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 14/2/2023 അത് കഴിഞ്ഞ് ഞാൻ 9-ാം മാസം സെപ്റ്റംബർ 9-ാം മാസം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നു. 23 വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചായിരുന്നു ഞാൻ. സ്വന്തമായൊരു ഭവനമോ സ്ഥലമോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് 3 മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് 39 ലക്ഷം രൂപ വിലയുള്ള സ്ഥലം വാങ്ങാനായിട്ട് ഉണിച്ചിറ പള്ളിയിൽ എൻ്റെ ഇടവകയിൽ തന്നെ സ്ഥലം വാങ്ങാനായിട്ട് അമ്മ മാതാവ് ഈശോ വഴി എനിക്ക് സാധിച്ചു തന്ന്. അതിന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അന്ന് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞ് പോകുമ്പോൾ പറഞ്ഞിരുന്നു, ഈ സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. വീട് പണി തുടങ്ങാൻ ജനുവരി 16-ാം തീയതി ഞങ്ങൾ തറകെട്ട് ആരംഭിച്ചു. പക്ഷേ പൈസയൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. ഇന്ന് ഞാനിവിടെ വളരെയധികം സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. എൻ്റെ ആ സ്വപ്ന വീടെന്ന് തന്നെ പറയാം. എൻ്റെ വീടിൻ്റെ എല്ലാ പണിയും പൂർത്തിയായി. ഞാൻ എൻ്റെ വീട് പണി പൂർത്തിയായി. മെയ് 14-ാം തീയതി എൻ്റെ വിവാഹ വാർഷികമാണ്, 30-ാമത്തെ വിവാഹ വാർഷികം. അന്നാണ് എൻ്റെ വീട്, എൻ്റെ വെഞ്ചിരിപ്പ്. അതിനെന്നെ അനുവദിച്ച ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ വീടിൻ്റെ താക്കോലായിട്ടാണ് ഞാനിന്ന് വന്നേക്കണത്. എനിക്കിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വെഞ്ചിരിച്ച് വാങ്ങാൻ വേണ്ടി. ഈ സാക്ഷ്യത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞാൻ ഈ വീട് പണി പൂർത്തിയാകാൻ തറ കെട്ടി തുടങ്ങിയിട്ട് 1 രൂപ പോലും കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് ആളുകൾ 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയൊക്കെ തന്ന് ഞങ്ങളെ ഈ വീട് പണി പൂർത്തിയാക്കാൻ ഒരുപാട് സഹായിച്ചു. എനിക്ക് 3 മക്കളാണുള്ളത്. ഞങ്ങൾ 5 പേരുടെയും, അതായത് ഹസ്ബൻഡിൻ്റെയും എൻ്റെ 3 മക്കളുടെയും 5 പേരുടെയും കൂടെ ഒത്തൊരുമിച്ചുള്ള ഒരു പരിശ്രമമാണ് അതിന് സഹായിച്ചത്. ഡെയിലി പ്രാർത്ഥനയൊന്നും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും എല്ലാത്തിനും ഞാൻ മുന്നിട്ട് പോകുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ ഈ വീട്, എൻ്റെ തറവാട് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഈ 3 മക്കളും ഭർത്താവും ഞാനും ഒരു 3 കസേരയും സ്ത്രീധനമായി കിട്ടിയ അലമാരിയായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഇന്ന് 30 വർഷം പൂർത്തിയായപ്പോഴേക്കും എനിക്ക് 3 നിലയുള്ളൊരു വീടാണ് ഈശോ തന്നിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പണിയും പൂർത്തിയായി. അവസാനം മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അനുഗ്രഹത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നീട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ഈ വീട് പണിയുടെ നടക്കുന്ന സമയത്ത് തന്നെ ഞാനും ഭർത്താവും എല്ലാ പള്ളിയിൽ പോകാനായിട്ട് പള്ളിയിൽ കഴിഞ്ഞ് എറണാകുളം ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന സമയത്ത് വല്ലാർപാടം കണ്ടെയ്നർ റോഡ് തിരിഞ്ഞു വരുമ്പോൾ ആ റൗണ്ടിനടുത്ത് വെച്ച് ഞങ്ങൾ 2 വീലറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബസ് ഞങ്ങളുടെ മേത്ത് വന്നിടിച്ച് ഞങ്ങൾ ആ സ്പോട്ടിൽ 2 പേരും മരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ആ വണ്ടി തൊട്ട് ഞങ്ങളുടെ പുറയിലുള്ള പോസ്റ്റിലിടിച്ചിട്ട് ബസ് തിരിഞ്ഞു പോയി കിടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പോറൽ പോലും സംഭവിച്ചില്ല. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആളുകൾ, അവിടെ നിന്ന് ജനങ്ങൾ മൊത്തം ഞങ്ങളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് അമ്മ മാതാവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി.
വിശുദ്ധ തൈലം എന്നും ഞങ്ങൾ പോകുമ്പോൾ അത് ശരിക്കും പുരട്ടി പ്രാർത്ഥിച്ചാണ് ഇറങ്ങുന്നത്. ഉടമ്പടി എടുത്തേക്കണത്, ആദ്യം ഉടമ്പടി എടുത്തത് ഞാനായിരുന്നു. പിന്നീട് എൻ്റെ വീട്ടിൽ എൻ്റെ മകനും എൻ്റെ മകളും ഉടമ്പടി എടുത്തു. ഞങ്ങളെല്ലാവരും ഉടമ്പടിയിൽ തന്നെയാണ് ഞങ്ങൾ 5 പേരും ജീവിക്കുന്നത്. ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ രാവിലെ 5:30 മണിക്ക് 4:50 അലാറം വെച്ച് എഴുന്നേക്കും. അപ്പോൾ മക്കളും ഭർത്താവും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലും. അന്നേപ്പം കൂടും. എല്ലാ പ്രാർത്ഥനകളും ഒന്നിച്ചിരുന്നാണ് എല്ലാവരും കൂടുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ പണി നടക്കുന്ന പണിക്ക് മുമ്പ് ഈ വീടിൻ്റെ ആധാരം വാങ്ങിച്ചപ്പോൾ മുന്നാധാരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഓണർ തന്നപ്പോൾ അവർക്ക് മുമ്പിനുള്ള ആധാരം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ശരിയാക്കാൻ പോകണമെന്ന് ഞാനന്ന് കൃപാസനത്തിൽ വരാൻ വേണ്ടി ഉച്ചയ്ക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയിട്ട് ഈ പേപ്പർ റെഡിയാക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൃപാസനത്തിൽ പോരാ എന്ന് പ്രാർത്ഥിച്ചാണ് എറണാകുളത്ത് ചെന്നത്. വക്കീൽ ഓഫീസിൽ ചെന്നപ്പോൾ ഞാനൊരു ട്യൂഷൻ ടീച്ചറാണ്, അതുപോലെ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ഓൺലൈൻ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ താഴത്തേക്ക് പോരുമ്പോൾ എൻ്റെ ഭർത്താവും മോളും കൂടി ഈ വക്കീൽ ഓഫീസിൽ കയറിയിരുന്ന് ഈ ആധാരത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഈ സംസാരിക്കുന്ന സമയത്ത് ഈ സാറ് ഈ ആധാരത്തിൻ്റെ കോപ്പി ഇത് വാങ്ങിച്ചു നോക്കിയിട്ട് നിങ്ങൾ ബാങ്കിനെ ചീറ്റ് ചെയ്യാൻ നോക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് തന്നെ വന്നാലും ഈ സ്ഥലം തരാൻ പറ്റില്ല, കാരണം ഇതിൽ മുന്നാധാരം ഒന്നുമില്ല എന്ന് പറഞ്ഞ പേപ്പർ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് നീക്കിയിട്ടു. അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ട്യൂഷൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞ സൗമ്യ എന്നൊരു കുട്ടിയുടെ സാക്ഷിയായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇതുപോലെ തന്നെ മുന്നാധാരമില്ലാണ്ട് അവർക്ക് പ്രശ്നങ്ങളായിട്ട് ആധാരം ചെയ്യാൻ പറ്റാണ്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സെയിം അവസ്ഥയിലാണ് ഞാൻ ആ സമയത്ത് നിന്നിരുന്നത്. ഈ പേപ്പർ ഇട്ട സമയത്ത് ഈ വക്കീൽ ഒരു പ്രാവശ്യം എൻ്റെ ആ പേപ്പറിലോട്ട് നോക്കി. അതിൽ നോക്കിയപ്പോൾ അതിൽ കണ്ടൊരു പേര് കണ്ടപ്പോൾ തന്നെ വക്കീൽ വേഗം ആ പേപ്പർ വലിച്ചെടുത്തു. ആ പേപ്പർ വലിച്ചെടുത്തിട്ട് ഈ പേര് ഉള്ള ഓണർ ഇയാൾ ആരാന്ന് ചോദിച്ചപ്പോൾ അയാളുടെ സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഒരു പഴയ ഒരു മന്ത്രിയുടെ ആയിരുന്നു. ആ മന്ത്രിയുടെ പേര് കണ്ടപ്പോൾ തന്നെ ആ വക്കീൽ എല്ലാ സ്ഥലത്തേക്കും വിളിച്ച് ചോദിച്ചു. അപ്പോൾ തന്നെ പറഞ്ഞു യാതൊരുവിധ കുഴപ്പവുമില്ല, ഇത് ഇവർക്ക് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഗുമസ്തൻ്റെ കയ്യിൽ പേപ്പർ കൊടുത്തു. മോളിൽ നിന്ന് ഭർത്താവും മകളും വന്ന സമയത്ത് ഞാൻ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനൊരു കാര്യം ഉണ്ടായി. അപ്പോൾ തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ശരിക്കും അമ്മ നമുക്ക് അനുഗ്രഹിച്ച് തന്നൊരു കാര്യമാണ്, ഞാൻ അതുപോലൊരു സാക്ഷ്യമാണ് ഇവിടെ കൂടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നു. എല്ലാ മാസവും ഞാൻ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും ഞാൻ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂലയ്ക്ക് വന്നിരിക്കും, പ്രാർത്ഥിക്കും. ഇവിടെ നിന്നൊരു 7:30 മണി ചിലപ്പോൾ 6 മണിക്കൊക്കെ ഞാൻ ഇവിടുന്ന് പോകുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ആ സുഗന്ധാനുഭവം ഉണ്ടാവണത്. ഞാനപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് കാര്യമാണോ അമ്മയോട് പ്രാർത്ഥിക്കണത് ആ ഒരു രൂപ പോലും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും ചില ദിവസങ്ങളിൽ. പക്ഷേ എങ്ങനെ വന്നാലും ആ കാര്യം വൈകുന്നേരത്തിനുള്ളിൽ നടന്നിരിക്കും. ഇന്ന് അവിടെ ആ ഉയർന്നിരിക്കുന്ന വീടിൻ്റെ കണക്ക് നോക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റണില്ല. കാരണം ഞാൻ ഒരു മുറിയുള്ളൊരു വീടാണ് ഞാൻ ആഗ്രഹിച്ചു വെച്ചത്. പക്ഷേ എനിക്കിന്ന് അവിടെ പറയാൻ പറ്റാത്തധികം, അത് എനിക്ക് ഒരിക്കലും വിവരിക്കാൻ പറ്റാത്തധികം ഭയങ്കര ഒരു പ്രീഷ്യസ് ആയിട്ടുള്ളൊരു വീട്, എനിക്ക് ശരിക്കും അതൊരു സ്വപ്ന ഭവനം തന്നെ പറയാം തന്നിരിക്കുന്നത്. എൻ്റെ മകൻ എപ്പോഴും ആരെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, നിങ്ങൾ സ്വന്തം വീടാണോ വാടക വീടാണോ എന്ന് എല്ലാവരും ചോദിക്കും. അപ്പോഴേക്കും എനിക്ക് സങ്കടമായിരുന്നു. ഇന്ന് എനിക്ക് ദൈവം അനുഗ്രഹിച്ചാണ് ഭവനം തന്നേക്കണത്. അതുപോലെ തന്നെ എനിക്ക് വേറെ അനുഭവം ഉണ്ടായത്, ഒരു പൊള്ളലിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാണ് അത്ഭുതകരമായിട്ട്. എപ്പോഴും ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും പ്രാർത്ഥന ഒരിക്കലും മുടക്കില്ല. ഏത് സമയത്താണെങ്കിലും ദൈവത്തിനെ വിളിച്ചുകൊണ്ട് മാതാവിനെ വിളിച്ചുകൊണ്ടേ നടക്കുകയുള്ളൂ. അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്ന സമയത്ത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് വെള്ളം, അത് ശരിക്കും വെള്ളം അധികം ഉണ്ടായിരുന്നു. ആ വെള്ളം എൻ്റെ മേത്ത് വന്ന് വീഴേണ്ട വെള്ളമായിരുന്നു. പക്ഷേ ഇത് എൻ്റെ മേത്ത് വീഴാണ്ട് അന്ന് ആ വെച്ച പാത്രത്തിൽ ഞാൻ പാചകം ചെയ്യാൻ വെച്ച ആ വസ്തു ഒരു കുഴപ്പം കൂടാതെ അവിടെ ഇരിക്കുകയും ആ വെള്ളം എൻ്റെ കയ്യിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു.
ആ സമയത്ത് ഈ മാർച്ച് മാസത്തിലാണ് സംഭവിക്കുന്നത്. ഈ മാർച്ച് മാസം ഞാൻ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന മാസമാണ്. കാരണം ട്യൂഷൻ പിള്ളേരുടെ പരീക്ഷ, സ്കൂളിൽ പിള്ളേരുടെ ആനുവൽ ഡേ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് എനിക്കുള്ള സമയമാണ്. പക്ഷേ എനിക്ക് കയ്യിൽ അതിന് വെള്ളം വീണെങ്കിലും നല്ല വേദനയുണ്ടായി. ഞാൻ വേദനയോടുകൂടിയാണ് ഞാനന്ന് സ്കൂളിലേക്ക് പോയതും. പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകരെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എൻ്റെ കയ്യിൽ അവർ ഒഴിച്ചു തന്ന ഒരു ലേപനം എന്ന് തന്നെ പറയാം. അതെനിക്ക് ഒരു തരി പോലും പിന്നെ എനിക്ക് പൊള്ളലുണ്ടായിട്ടില്ല, പുകച്ചിലുണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കൂൾ ആനുവൽ ഡേ ആയിരുന്നു. ആ ആനുവൽ ഡേ സമയത്ത് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് ശരിക്കും തലകറങ്ങണ അവസ്ഥ, വീണു. ഞാനത് ഇന്ന് വരെയും ആരോടും ഷെയർ ചെയ്തിട്ട് പോലുമില്ല. ഞാനിപ്പോൾ വീണു പോകും, തല കറങ്ങണ. ഈ കയ്യിലാണെങ്കിൽ കുമള വന്ന് വിങ്ങിയിട്ട് വളരെയധികം വിഷമിക്കണം. ആ സമയത്തും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണതാണ്. ആ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ തലയുടെ വശത്തൊരു കൈ വന്നിട്ട് എന്നെ ഒരു താങ്ങണ പോലെ, എന്നെന്തോ താങ്ങി നിർത്തണ പോലെ എനിക്ക് തോന്നിയത്. ആ പരിപാടി കഴിയണ വരെയും എനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും എന്നോട് ഡോക്ടർ പറഞ്ഞ് ഇത് ഭയങ്കര വലിയൊരു പൊള്ളലാണ് വന്നേക്കണത്. പക്ഷേ എനിക്കൊരു കുഴപ്പവും കൂടാണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടും വളരെയധികം മനോഹരമായിട്ടും എനിക്ക് ആ പരിപാടി എല്ലാവരെയും പങ്കെടുപ്പിക്കാനും സാധിച്ചു. പിന്നെ അതുപോലെ ഞാൻ ആദ്യം ലോൺ വെച്ച ബാങ്കിൽ ഞങ്ങൾക്ക് പൈസ അനുവദിച്ച് സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത് ലോണിന് വേണ്ടി അപേക്ഷിച്ചു. ആ സമയത്ത് ആ ബാങ്ക് നമ്മളെ ലോണിൽ നിന്ന് റിജക്റ്റ് ചെയ്തു. ലോൺ തരില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. അപ്പം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബാങ്കിൽ എനിക്കൊരു വീടിന് വേണ്ടി അപേക്ഷ വെച്ചിരുന്നതാണ്, ചെന്നതാണ് അവിടുത്തെ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ലോൺ കിട്ടാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ എൻ്റെ മകള് ഒരു CFMലാണ് വർക്ക് ചെയ്യണത്. ആൾ ഓഡിറ്റിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ബാങ്കിൽ എൻ്റെ വർക്കിൻ്റെ ഓഡിറ്റിങ് ചെയ്യണത് ആ കൂട്ടത്തിൽ മകളുണ്ടായിരുന്നു. ഞാൻ ഈ ലോണിൻ്റെ പേപ്പർ വെച്ച സമയത്ത് ഈ ഓഡിറ്റിംഗ് പേപ്പർ എൻ്റെ മകളുടെ മേശപ്പുറത്ത് തന്നെ വരികയും അവൾ മുഖേന തന്നെ ഈ ലോൺ സാങ്ഷനായി എനിക്ക് അനുവദിക്കുകയും ചെയ്തു. അതും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴാലും ഏത് കാര്യത്തിന് എനിക്ക് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ അമ്മയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ചില കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ചിലത് നമ്മൾ ഓർക്കുന്ന കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമുക്ക് സഡനായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം. ഒന്നുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ദൈവമേ മാതാവേ എന്ത് ചെയ്യും, സഞ്ചാരി മാതാവേ അമ്മ വന്ന് ഞങ്ങളുടെ കാര്യങ്ങളിൽ പ്രവർത്തിക്ക് എന്ന് പറയുമായിരിക്കും. ചിലപ്പോൾ ഒരു ഫോൺ കോളായിട്ടോ എങ്ങനെയായിട്ടോ ആരെങ്കിലും നമ്മൾ വിളിച്ച് നമ്മളുടെ ആവശ്യ സമയത്ത് നമ്മൾ സഹായിക്കണത്. അത് ഇന്നാളെന്നില്ല. ഇപ്പോൾ ആരാണ് വന്നതെന്ന് ആരാണ് ആ സമയത്ത് വന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ അതെങ്ങനെ കിട്ടണേന്നും അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ നേർച്ച വസ്തുക്കൾ ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതിലെനിക്ക് കാലിൽ നീര് വന്നിട്ട് ഒരു ഭയങ്കരമായിട്ട് മാറാണ്ടെന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച പിന്നെ എൻ്റെ ആ കാലിലെ നീര് മാറിപ്പോയി. പിന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നത് എല്ലാവരും ഇപ്പോൾ ഞാൻ ഈ ആൾത്താരയിൽ വന്ന് 2ാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയാൻ വേണ്ടി കയറണത്. ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി കയറിയാൽ പിന്നെ എല്ലാവരും ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അവർക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടും. അവരിൻ്റെ കാര്യങ്ങളുണ്ട്, പ്രാർത്ഥിക്കണം പറയും. അപ്പോൾ കല്യാണം നടക്കാനുള്ള കാര്യമാണെങ്കിലും വീടിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് ഒരു 1/2 സെൻറ്റ് ഭൂമി പോലും ഇല്ലാതിരുന്ന എനിക്ക് എൻ്റെ പേരിലും എൻ്റെ ഭർത്താവിൻ്റെ പേരിലും ഭൂമിയുണ്ട്. ഭർത്താവിൻ്റെ അവകാശം ഭർത്താവിന് കിട്ടി. അതുപോലെ ഞങ്ങളുടെ വീട് പണി പൂർത്തിയായി. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞാൻ വന്ന സമയങ്ങളിലൊക്കെ പേപ്പർ വാങ്ങിയിട്ട് ആ പേപ്പർ എല്ലാവർക്കും, അതായത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ ആളുകൾക്കൊക്കെ അവരുടെ കെട്ടുകൾ പേപ്പറുകളൊക്കെ അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കും. അതുപോലെ തന്നെ പേപ്പർ വാങ്ങി നമ്മൾ റോഡുകളിലും പള്ളികളിലും വീടുകളിലും കയറി ഇറങ്ങി ഞാൻ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വേളാങ്കണ്ണി പോയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 5 കെട്ട് പേപ്പർ വാങ്ങി, തമിഴ് പത്രം വാങ്ങി അവിടെയുള്ള ആളുകൾക്ക്
കൊടുത്തിരുന്നു. പിന്നെ അല്ലാതെ തന്നെ ഈ കൊന്ത, കാശ് രൂപങ്ങൾ ഇതെല്ലാം വാങ്ങി എല്ലാവർക്കും എൻ്റെ ചിലവിൽ തന്നെ ഞാൻ വാങ്ങി എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. മാതാവിൻ്റെ രൂപങ്ങൾ വാങ്ങിക്കൊടുക്കും. ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് സാധനമാണെങ്കിലും ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട്. വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഭക്ഷണം, പിന്നെ കാശില്ലാത്തവർക്കാണെങ്കിലും ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനവിടെ സഹായിക്കാറുണ്ട്. ഈ ഉടമ്പടി ഞാൻ എടുത്തേ പിന്നെ, ഉടമ്പടിയിൽ ഞാൻ ആയേ പിന്നെ പ്രാർത്ഥനയിൽ വളരെയധികം ശരിക്കും ഞാൻ പ്രാർത്ഥിക്കും. നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ പ്രാർത്ഥനയിൽ വളരാൻ സഹായിച്ചത് ഈ ഉടമ്പടിയിലായേ പിന്നെയാണ്. ആ ഉടമ്പടിയിൽ വന്നേ പിന്നെ പ്രാർത്ഥനാ സമയം കൂട്ടി എനിക്ക് ബൈബിൾ വായിക്കാൻ സമയമില്ലെങ്കിലും ഞാൻ ബസ്സിലിരുന്ന് പോകുമ്പോൾ ചെവിയിൽ ഇയർസെറ്റ് വെച്ച് ഹെഡ്ഫോൺ വെച്ചിട്ട് ഫോണിൽ ആപ്പിൽ ബൈബിൾ കയറ്റിയിട്ടുണ്ട്. ആ ബൈബിൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോൾ ഏത് സമയത്തായാലും ഞാനത് ക്ലാസ്സിലായിരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തെല്ലാം ഞാൻ ബൈബിൾ വായിക്കും, ബൈബിൾ കേൾക്കും. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, വചനങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ പ്രാർത്ഥനകൾ ഒറ്റക്കായിരിക്കുമ്പോഴും അല്ലാത്ത സമയത്തും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കും. ആരാധനയിൽ കുറേ നേരത്തിനായിട്ടും അധികം ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി. ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഉടമ്പടിയിലായ സമയത്താണ്. ഇന്ന് ഞാൻ ഇവിടെ ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും മാതാവിൻ്റെയും ഈശോയുടെയും വളരെയധികം അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ കയറി നിൽക്കുന്നത്. ഇനിയും അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയായിട്ട്, സ്ഥിരം സാക്ഷിയായിട്ട് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതെൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഇൻവിറ്റേഷനാണ്. ഇതെൻ്റെ വീടിൻ്റെ മാസ്റ്റർ താക്കോലാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ ഇവിടെ ആൾത്താരയിൽ കയറി വന്ന് വചനം സാക്ഷ്യം പറയാനിരുന്നത്. പക്ഷേ ബ്ലോക്ക് കണ്ടിങ്ങോട്ട് എല്ലാവരും എത്തിയിട്ടില്ല. എൻ്റെ ഉടമ്പടിയും പുതുക്കൽ വളരെ നേരത്തെ കഴിഞ്ഞു. അപ്പം ഇനിയും ഞാൻ അമ്മയുടെ സ്ഥിരം പ്രത്യക്ഷയുടെ സാക്ഷിയായിട്ട് തുടരും. എനിക്ക് ഈശോ വഴി കിട്ടിയ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു.